ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു വീഡിയോ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാറ്റണം. ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണോ? ഇനിയുള്ള കുട്ടികളെങ്കിലും രക്ഷപ്പെടട്ടെ. ഇവരത്തെ പോലീസ് എന്തിനാ നമുക്ക് ഒരു സഹായം ചോദിച്ചു ചെല്ലുമ്പോ ഒരു കൈ പലർത്തുക. വേറെ എത്ര കൊലപാതകങ്ങൾ എന്തൊക്കെ നമ്മൾ കാണുന്നു. അപ്പൊ ഓരോ തടിയാണ് വരുന്നത്. ഓർക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടല്ലേ ഒരു വരുന്നത്. നമ്മക്ക് ഇങ്ങനെ ട്രെയിനിങ് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ പച്ചാ മനുഷ്യന്മാരല്ലോ. പ്രായമായ അമ്മ ഉണ്ട്, ഒരു ചെറിയ മോനുണ്ട്. ആ മോനില്ലാത്ത ധൈര്യത്തിലാണ് ഞാൻ അത്രയും ഞാൻ വാതിലടിച്ച് പൊടുത്തു നോക്കും. കുഞ്ഞനുണ്ടെങ്കിൽ എനിക്ക് വായടക്കി നിൽക്കാനേ പറ്റുള്ളൂ. മകനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇതിനു മുമ്പ് കാണിച്ചിരുന്നോ? തിരുവൂര് വെട്ടം ഹോസ്പിറ്റലിൽ കാണിച്ച് മരുന്ന് കുറച്ച് ഭേദമുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് കല്യാണം കഴിഞ്ഞ് അങ്ങനെ പോരാ. ഇനി ആക്സിഡന്റ് കഴിഞ്ഞാൽ ഒരാളാകെ മാറി. ആരോട് സംസാരമില്ല, ചിരിയില്ല, കളിയില്ല, സന്തോഷമില്ല. മദ്യപിച്ച് ചിലപ്പോ വരുന്നത് ഉറങ്ങുന്നതൊക്കെ. ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചു കഴിഞ്ഞാൽ നേരെയാവുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷ ഉണ്ട്, നേരാവുന്നുള്ള പ്രതീക്ഷ, നല്ല പ്രതീക്ഷ ഉണ്ട്. ഓന് ഇത് സാധനം കിട്ടുന്നത് കൊണ്ടാണല്ലോ. ആരും അങ്ങനെ തന്നെ. ഈ സാധനം കിട്ടുന്നത് കൊണ്ടാണ് ആരും ഇങ്ങനെ ആയിപ്പോകുന്നത്. അല്ലാണ്ട് സ്വയം ആരും ഇങ്ങനെ ആയി ജനിക്കല്ലോ. സമൂഹവും കൂടെ ഇതിന് ഉത്തരവാദികളാണ്. ഇതെങ്ങനെങ്കിലും ലോകത്ത് നിന്ന് നിർത്തി കിട്ടിയാലേ കുട്ടികളൊക്കെ രക്ഷപ്പെടുള്ളൂ. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. സ്വന്തം മകന്റെ, അതായത് ലഹരിക്ക് അടിമയായ മകന്റെ ഉപദ്രവത്തിൽ മനംനൊന്ത് ഒരു മാതാവ് ഈ രീതിയിൽ പ്രതികരിക്കണമെങ്കിൽ അത് എത്രമാത്രം ക്ലേശങ്ങൾ ആ മാതാവ് അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് അതിൽ കൂടി തന്നെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇന്ന് ലഹരി എന്നത് സാർവത്രികമായി വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പോലും ലഹരി ഉപയോഗം സാർവത്രികമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന പഠനങ്ങൾ, വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലഹരി ഉപയോഗം, അതായത് അതിമാരകമായിട്ടുള്ള ലഹരി, ആ ലഹരി ഉപയോഗിച്ചതിന് ശേഷം മാതാവാരാണെന്നോ അല്ലെ ഭാര്യ ആരാണെന്നോ അല്ല സ്വന്തം കൂടപ്പിറപ്പ് ആരാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലാണ്. ഒരു മാതാവ് ഒരിക്കലും ഈ രീതിയിൽ ഒരു മാധ്യമത്തിന്റെ മുമ്പാകെ ഒരു മകനിക്ക് ഇതായിട്ട് സംസാരിക്കത്തില്ല. അപ്പൊ അത്രത്തോളം സൈകെട്ടത് കൊണ്ട് മാത്രമാണ് ആ മാതാവ് ഈ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടാകുക. അവർ പറയുന്ന ഒരു കാര്യം, അതായത് മിഠായി കൊടുക്കുന്ന ലാഘവത്തോട് കൂടിയിട്ടാണ് ഇന്ന് ലഹരി വിൽപ്പന നടത്തുന്നത്. മുമ്പൊക്കെ സിഗരറ്റോ അല്ലെങ്കിൽ ഒരു ബീഡിയോയിൽ ഒതുങ്ങുന്ന ലഹരി ആണെങ്കിൽ ഇന്ന് അതിമാരകമായ അതിഭീകരമായ തരത്തിലുള്ള ലഹരി വസ്തുക്കളാണ് പിഞ്ചു കുട്ടികൾ പോലും ഉപയോഗിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ. അതുകൊണ്ട് ഈ മാതാവിന്റെ ഈ ദുഃഖം മാറുന്നതിന് നമ്മുടെ അധികാരികൾ മുൻകൈയെടുക്കണം. അവരുടെ മകനെ കണ്ടെത്തി നല്ല രീതിയിലുള്ള ഒരു മാനസിക ചികിത്സ, ലഹരി വിമുക്തനാക്കാനുള്ള ഒരു ചികിത്സ അധികാരികൾ തീർച്ചയായിട്ടും കൊടുക്കണം. ഒരുപക്ഷെ ആ മകന് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലഹരിയിൽ നിന്ന് വിമുക്തനായി ഒരു നല്ലൊരു മനുഷ്യനായി മാറി ആ മാതാവിന് ഉപകരിക്കുന്ന ഒരു മകനായി മാറുമെന്നതാണ്.